ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈഗ. ഇന്ന് നമുക്ക് എങ്ങനെയാണ് അടദോശ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: അര കപ്പ് ചെറുപയർ പരിപ്പ്, അര കപ്പ് ഉഴുന്ന്, അര കപ്പ് കടലപ്പരിപ്പ്, ഒരു 1/4 കപ്പ് സാമ്പാർ പരിപ്പ്, പച്ചരി 2 കപ്പ്. ഞാനിവിടെ വെള്ളപ്പച്ചരിയും റെഡ് ചമ്പ പച്ചരിയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരു 3 മണിക്കൂർ കുതിരാൻ വച്ചിട്ട് ഒരു 5-6 വറ്റൽ മുളക് ഇട്ട് എല്ലാം കൂടെ ചേർത്ത് ഒരു പരപരത്ത ഇതിൽ അരച്ചെടുക്കുക. വളരെ നൈസായിട്ട് എടുക്കാൻ പാടില്ല. അരച്ചെടുത്ത മാവിന് കൂടെ സവാള, ഒരു 2 സവാള ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, തക്കാളി ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് റായായിട്ടും ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ല എങ്കിൽ എണ്ണയിൽ ഒരല്പം ഫ്രൈ ചെയ്തും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എണ്ണയിൽ ഒരല്പം ഫ്രൈ ചെയ്താണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ മാവിൽ അരച്ച് വച്ചേക്കുന്ന മാവിൽ ഈ സവാളയും തക്കാളിയും കറിവേപ്പിലയും എല്ലാം കൂടെ ചോപ്പ് ചെയ്തതും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് അടദോശ ഉണ്ടാക്കാം. എരിവ് അധികം വേണ്ട എന്നുണ്ടെങ്കിൽ പെപ്പർ ആഡ് ചെയ്യേണ്ട. പക്ഷേ പെപ്പർ അരയ്ക്കുന്ന സമയത്ത് ആഡ് ചെയ്യുന്നതിനേക്കാളും പെപ്പർ കുറച്ച് ക്രഷ് ചെയ്ത് മാവിൽ ആഡ് ചെയ്ത് ദോശ ചുടാൻ സമയത്ത് ആഡ് ചെയ്ത് കൊടുത്ത് എണ്ണ ഒഴിച്ച് ദോശ ചുട്ടെടുക്കുന്നത് കുറച്ചുകൂടെ വേറൊരു ഫ്ലേവർ, വേറൊരു ടേസ്റ്റ് ആ ദോശയ്ക്ക് കൊടുക്കും. ദോശ പാൻ സ്റ്റൗവിൽ വെച്ച് എണ്ണ തടകിയിട്ട് മാവ് കുറച്ച് കട്ടിക്ക് വേണം ആ മാവിൻ്റെ പരുവമെന്ന് പറയുന്നത്. മാവ് ഒഴിച്ച് ദോശ പരത്തിയതിന് ശേഷം ജിഞ്ചിരി ഓയിൽ, നല്ലെണ്ണ ഒഴിച്ച് കൊടുത്ത് 2 വശവും ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. പരിപ്പും ഉഴുന്നും ഒക്കെ ചേർന്നിട്ടുള്ളതുകൊണ്ട് കുറച്ച് സാധാ ദോശയെക്കാളും ഒരല്പം കുക്കിംഗ് ടൈം കുറച്ച് കൂടുതലായിരിക്കും. അറ്റമൊക്കെ വെന്ത് നല്ല ക്രിസ്പി ആയിട്ട് വരണം. ആ ഒരു പരുവത്തിൽ 2 വശവും മറിച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. നമ്മുടെ സാധാരണ തേങ്ങാ ചട്നിയുടെ കൂടെയും വളരെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ അടദോശ. മാത്രമല്ല വളരെയധികം ഹെൽത്തിയുമാണ്. അടദോശയും തേങ്ങാ ചട്നിയും പിന്നെ ഏത്തപ്പഴം നല്ല ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞ് നമ്മൾ വേവിച്ച് കഴിക്കുന്ന ഏത്തപ്പഴം, അതും 3ഉം ചേർത്ത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് വളരെ സൂപ്പർ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് വിൽ ഗിവ് യു എ വെരി ഗുഡ് ഡേ. എല്ലാവരും ചെയ്ത് നോക്കുക. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.